തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. മണ്ഡലത്തിലെ മുൻ എംപി കൂടിയായ പന്ന്യനെപ്പറ്റി എതിരഭിപ്രായങ്ങളില്ലാത്തതും ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന വ്യക്തിയെന്നതുമാണ് പന്ന്യനിൽ ഇടതുമുന്നണി കാണുന്ന നേട്ടം. സിപിഐഎം കേന്ദ്രങ്ങളും പന്ന്യന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷത്തിലാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ ഉറപ്പിച്ചാണ് ഇടതുമുന്നണി പ്രചാരണത്തിലേക്ക് നീങ്ങുന്നത്. ചുവരെഴുത്തിൽ പേരില്ലെങ്കിലും ചിഹ്നം വരച്ച് തയ്യാറായിരിക്കുകയാണ് CPM പ്രവർത്തകർ. 2009 മുതലുള്ള തുടർച്ചയായ തോൽവിയുടെ നാണക്കേട് പന്ന്യൻ രവീന്ദ്രനോട് കഴുകിക്കളയാവുന്ന പ്രതീക്ഷയിലാണ് തലസ്ഥാനത്തെ ഇടതുമുന്നണി. മണ്ഡലത്തിലെ രാഷ്ട്രീയ ബലാബലം നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ 7 അസംബ്ലി മണ്ഡലത്തിൽ 6 സ്ഥലത്തും LDF ആണ് ജയിച്ചത്. LDFിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് ഈ റിസൾട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ 41.19% വോട്ടാണ് നേടിയത്. BJPക്ക് 31.3% വോട്ട് ലഭിച്ചപ്പോൾ ഇടതുമുന്നണിക്ക് കിട്ടിയത് 25.6% വോട്ട് മാത്രമാണ്. ഈ വ്യത്യാസം മറികടക്കെയാണ് LDFിന് മുന്നിലുള്ള കടമ്പ. അവിടെയാണ് സ്ഥാനാർത്ഥിയുടെ മികവടക്കം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുള്ള, ജനങ്ങളുടെ ഇടയിൽ ദൈനംദിനം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പന്ന്യൻ സ്ഥാനാർത്ഥിയാകുമെന്ന വിവരം പുറത്തു വന്നതോടെ CPM CPI കേന്ദ്രങ്ങളിലും മുന്നണിയിൽ പൊതുവായും ആത്മവിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് തിരുവനന്തപുരത്തെ LDFിന്റെ പ്രതീക്ഷ അത്രയും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.